കേരളത്തിലെ RSS അക്രമം ആസ്പദമാക്കി ദില്ലിയിൽ CPIM സംഘടിപ്പിക്കുന്ന ഫോട്ടോ പ്രദർശനം ഇന്ന് സമാപിക്കും. അക്രമ സ്വഭാവം RSSന് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത യോഗം കണ്ണൂരിൽ നടന്നതിന് ശേഷമാണ് മലബാറിൽ RSS അക്രമം വ്യാപിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. RSS നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, കലാപങ്ങൾ എന്നിവ വിശദമാക്കിയുള്ള കലി രക്തദാഹത്തിന്റെ സംഘതാണ്ഡവം എന്ന പ്രദർശനം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടനം ചെയ്തത്. RSSന്റെ വളർച്ച അക്രമത്തിൽ അധിഷ്ഠിതമാണെന്ന് യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ये कहते हुए कि the cult of violence that the RSS has spawned across the country has led to the death of many an innocent life, the latest being that of the Mahatma itself. 1971 തലശ്ശേരി കലാപം അന്വേഷിച്ച വിധേയത്തിൽ കമ്മീഷൻ കലാപം തടയാൻ CPM നടത്തിയ ശ്രമങ്ങളെ പ്രശംസിച്ചപ്പോൾ കൊലപാതക പരമ്പര ആരംഭിച്ചാണ് RSS പ്രതികാരം തീർത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF ഭരണത്തിൽ കേരളത്തിൽ ക്രമസമാധാന നില തകരാറിലാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യാജ പ്രചരണമാണ് RSS നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. മോഹൻ ഭഗവത് പങ്കെടുത്ത യോഗം കണ്ണൂരിൽ നടന്നതിന് ശേഷമാണ് മലബാറിൽ RSS അക്രമം വ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. A special bytech of the RSS in which Mohan Bhagavat, the RSS Sarsangh Jalak, had attended, also called upon their followers to react. It is to be noted that the BJP intensified its policies of violence after that conference. കേരളത്തിൽ RSSും കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടിലാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നേരത്തെ CPMന്റെ അക്രമങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള സെമിനാറും പ്രദർശനവും സംഘപരിവാർ സംഘടനകൾ ദില്ലിയിൽ സംഘടിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.